ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ പോകും. നമ്മുടെ എൻജിൻ എയർ ഫിൽട്ടറും പിന്നെ ക്യാബിൻ എയർ ഫിൽട്ടറും, അതായത് AC ഇതൊക്കെ റീപ്ലേസ്മെൻറ്റ്. ഇതൊന്നും നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യേണ്ട, സ്വന്തമായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ പ്രേഡോ 150 എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ പോവാം. ഇതാണ് നമ്മുടെ പ്രേഡോയുടെ എൻജിൻ ക്യാബിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ ഇരിക്കുന്ന ഈ ഭാഗത്ത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് റീപ്ലേസ് ചെയ്യണം. അതിനായിട്ട് നമുക്കിത് ഇവിടെ ഒരു ഇതുണ്ട്, ഹുക്ക്, പിന്നെ ഇത്, പിന്നെ ഇതിൻ്റെ ഇവിടെ ഓർമ്മ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കാം. ഇതാണ് നമ്മുടെ ഓൾഡ് എയർ ഫിൽട്ടർ. നമുക്കിതിങ്ങനെ പൊക്കാം, എന്നിട്ട് നമ്മുടെ ഓൾഡ് എയർ ഫിൽട്ടർ എടുക്കാം. എന്താ അത്ര വലിയ ഡേറ്റി അല്ല, എന്നാലും കുറച്ച് പഴക്കമുണ്ട്. അത് മാറ്റാൻ വേണ്ട. ടൊയോട്ട ഡെൻസോ, മെയ്ഡ് ഇൻ ജപ്പാൻ. അതാണ് നമ്മുടെ പഴയ എയർ ഫിൽട്ടർ. മനസ്സിലായോ? ഉണ്ടോ? പൊടിയൊന്നുമില്ല, എന്നാലും കുറച്ച് നാളായി മാറ്റിയിട്ട്. സർവീസൊക്കെ കഴിഞ്ഞപ്പോൾ ഇതും കൂടി ഒന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. പുതിയ ഓയിൽ ഫിൽറ്ററും എല്ലാം മാറ്റിയതാണ്. അപ്പോൾ ഇത് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എയർ ഫിൽറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ എടുക്കാം. ഇതാ പുതിയ എയർ ഫിൽറ്റർ കണ്ടില്ലേ? ഇത് ഒറിജിനൽ ടൊയോട്ട ഡെൻസോയുടെ മെയ്ഡ് ഇൻ ജപ്പാൻ. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ. പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം നോക്കി ഉണ്ടോ? കണ്ടോ വ്യത്യാസം? അതാണ്. അപ്പോൾ എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യണം ടൈം ടു ടൈം. എയർ ഫിൽറ്റർ എടുത്തു. എൻജിനൊക്കെ ക്ലീനാണ്, അല്ല അതിൻ്റെ ക്യാബിനൊക്കെ ക്ലീനാണ്. എന്നാലും നമുക്കൊരു ടിഷ്യൂ ഒക്കെ എടുത്തൊന്ന് തുടച്ച് കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ക്ലീനാണ്. ഉണ്ടോ? വലിയ ഇതൊന്നുമില്ല, നല്ല ക്ലീനാണ്. ഇനി നമുക്ക് നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ അതിലേക്ക് കയറ്റാം. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ ഡേറ്റ് എന്നാ മാറ്റണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ 28/7/26 ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മാറിപ്പോയി ഇങ്ങനെ പിടിച്ച് എഴുതിയപ്പോൾ. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് ഇവിടെ ഇടാം. 1,20,000 കിലോമീറ്ററിലാണ് മാറ്റുന്നത്. ഓക്കെ, ഇനി നമുക്കത് ഇടാം.
പുതിയ എയർ ഫിൽട്ടർ നമ്മൾ മാറ്റി 28/7/2026 1,20,000 കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ ഇത് മാറ്റുമ്പോൾ. ഓക്കെ, ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അങ്ങനെ എയർ ഫിൽട്ടർ കയറ്റി ഇനി അത് പെർഫെക്റ്റായിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ലോക്കായോ നോക്കണം. സീറ്റിംഗ് ഒക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് ഓക്കെ. അപ്പോൾ എയർ ഫിൽട്ടർ നമ്മൾ സ്വയം അങ്ങോട്ട് മാറ്റി. ഇനി AC ക്യാബിൻ എയർ ഫിൽട്ടർ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി ഒന്ന് ജസ്റ്റ് എൻജിൻ കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം.